ജി സുധാകരൻ ആലപ്പുഴയിലെ വീടിന് സമീപത്തേക്ക് CPM ഇന്ന് പ്രതിഷേധ പ്രകടനം നടത്തും. അതേസമയം ജി സുധാകരന് പിന്തുണ നൽകുന്ന കാര്യം നിലവിൽ കോൺഗ്രസ് പരിഗണനയിലില്ലെന്ന് മുതിർന്ന നേതാവ് ഡി സുഗതൻ 24-നോട് പറഞ്ഞു. മത്സരം ജയിച്ചാൽ ആർക്കൊപ്പം നിൽക്കുമെന്ന് ജി സുധാകരൻ വ്യക്തമാക്കണമെന്നും ഡി സുഗതൻ ആവശ്യപ്പെട്ടു. ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരാളാണെന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത്. ആ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു എന്നല്ലാതെ കോൺഗ്രസിലേക്ക് വരണം എന്ന രീതിയിലുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. സുധാകരൻ പാർട്ടിയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് മത്സരമെങ്കിൽ ജയിക്കും. ഇപ്പം അദ്ദേഹം പാർട്ടിയുടെ പിന്തുണയാണെന്ന് തീർത്ത് പറയുന്നില്ല. ഇപ്പോഴും ഞാൻ എല്ലാ പാർട്ടിയുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആരുടെയും സഹായം ചോദിക്കുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടതാണ്. പക്ഷേ കോൺഗ്രസിൽ നിൽക്കുന്ന സഹായം കോൺഗ്രസിൻ്റെ ആലോചിക്കണം. കോൺഗ്രസ്സായിട്ട് ബന്ധങ്ങളുണ്ടാകണം. ജയിച്ചാൽ എന്ത് ചെയ്യുമെന്ന് തീരുമാനങ്ങളുണ്ടാകണം. അതൊക്കെ വേണ്ടേ? അശ്വിൻ പാലാഴി വാർത്തകൾ ചേരുന്നു. അശ്വിൻ, സാധാരണഗതിയിൽ CPM-ൽ നിന്നും അത്തരം മുതിർന്ന നേതാക്കൾ ആരെങ്കിലും പുറത്തേക്ക് പോയാൽ പാർട്ടി നേതാക്കൾ ഒരുപോലെ ഉപയോഗിക്കുന്ന പദാവലികൾ ഉണ്ട്. കുലംകുത്തി, റനഗേഡ്, ഈ പറയുന്ന വർഗവഞ്ചകൻ എന്നൊക്കെയുള്ള വാക്കുകൾ, പാർട്ടി പദാവലികൾ നേതാക്കൾ ഒരുപോലെ മയമില്ലാത്ത ദയാരഹിതം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ജി സുധാകരന്റെ കാര്യത്തിൽ ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം പ്രതികരിക്കുമ്പോൾ ഒരു സംയമനം പാലിക്കുന്നുണ്ട്. വർഗവഞ്ചകൻ എന്ന വാക്കൊന്നും അദ്ദേഹം പറയുന്നില്ല. എന്നാൽ ഫ്ലക്സുകളിൽ ഈ വർഗവഞ്ചകൻ 2 അക്ഷരത്തോടുകൂടി പല ഫ്ലക്സുകൾ കാണുന്നുണ്ട്. ഇന്നത്തെ പ്രകടനം ഒരു ജി സുധാകര വിരുദ്ധ പാർട്ടി ശക്തി പ്രകടനമാക്കി മാറ്റാൻ CPM-ന് പ്ലാനുണ്ടോ അശ്വിൻ? അണികൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിലൊക്കെ വലിയ എതിർപ്പ് ജി സുധാകരൻ പാർട്ടി വിട്ടു പോയതിലും ഒപ്പം ജി സുധാകരന്റെ വാർത്താ സമ്മേളനത്തിലെ പല പ്രയോഗങ്ങളിലുമൊക്കെ ഉണ്ട്. പക്ഷേ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ അത് അല്പം മയപ്പെട്ട രീതിയിലാണ്. അതായത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് സുധാകരനെ മോശം രീതിയിൽ ചിത്രീകരിക്കാൻ നേതൃത്വം തയ്യാറാകുന്നില്ല. അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് നിലവിൽ പാർട്ടി നേതാക്കളുടെ തീരുമാനം. ഇന്ന് ആലപ്പുഴയിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനത്തിലും ആ ഒരു സംയമനം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ കഴിഞ്ഞ ദിവസം ചാരുമൂട്ടിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ നമ്മൾ കണ്ടതാണ് വലിയ പ്രകടനം, പ്രതിഷേധ പ്രകടനം. ജി സുധാകരനെ വലതുപക്ഷത്തിന്റെ എച്ചിലുതീനി എന്നടക്കം വിളിച്ചുകൊണ്ടുള്ള പ്രകടനമൊക്കെയാണ് കണ്ടത്. സമാനമായ രീതിയിലുള്ള രൂക്ഷമുദ്രാവാക്യങ്ങൾക്ക് ഇന്ന് ആലപ്പുഴയും സാക്ഷ്യം വഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തൽക്കാലം സുധാകരനെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടി നേതാക്കളുടെ ഒരു ലൈൻ. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഇന്ന് വലിയ ബഹുജന പ്രകടനമാണ് CPIM ആലോചിച്ചിരിക്കുന്നത്. 5000-ലധികം ആളുകളെ പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നടക്കുന്നത് VS അച്യുതാനന്ദന്റെ വീടിന് സമീപത്ത് നിന്ന് ജി സുധാകരന്റെ വീടിന് സമീപത്തേക്കാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ ഇടപെടൽ കൂടി, ഒരു വൈകാരിക തലം കൂടി അതിനുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിലവിൽ പാർട്ടി വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ജി സുധാകരൻ കോൺഗ്രസിനോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ, കോൺഗ്രസ് അണികൾക്കിടയിൽ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ അതിൽ വലിയ അതൃപ്തിയുണ്ട്. അമ്പലപ്പുഴ സീറ്റ് മോഹിച്ചിരിക്കുന്ന A ഷുക്കൂർ അടക്കം, ഒപ്പം M ലുജു അടക്കമുള്ള പല നേതാക്കളുമുണ്ട്. അവരുടെയൊക്കെ ആശയ്ക്ക്, അവരുടെയൊക്കെ മോഹത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഇടപെടൽ ജി സുധാകരനെ അമ്പലപ്പുഴയിൽ മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന ജി സുധാകരന് കോൺഗ്രസ് പിന്തുണ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും. എന്തായാലും അതിലൊക്കെ വലിയ എതിർപ്പ് കോൺഗ്രസ് നേതാവ് ഡി സുഗതൻ തന്നെ ഇപ്പോൾ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിനൊപ്പം വരികയാണെങ്കിൽ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ പ്രസ്താവന പൂർണ്ണമായും പിൻവലിക്കണം. ഒപ്പം എന്താണ് തന്റെ ലക്ഷ്യമെന്ന് കോൺഗ്രസിനോട് പറയണം എന്ന് കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തണം എന്നീ ആവശ്യങ്ങളാണ് ഡി സുഗതനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ജി സുധാകരന്റെ പുറത്തുപോകലിന് പിന്നാലെ കോൺഗ്രസിലും അസ്വാരസ്യങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ പാർട്ടിയും ജി സുധാകരനെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള രീതിയിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് അവിടെയാണ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വർഗവഞ്ചകന് മാപ്പില്ല. 2 അക്ഷരത്തെറ്റാണ്. വർഗവഞ്ചകൻ ഒരു മതി. അത് ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അക്ഷരത്തെറ്റ് വരുന്നത് മനസ്സിലാവുന്നത്. കാര്യം സാധാരണഗതിയിൽ അങ്ങനെ 2 ഉപയോഗിക്കാറില്ല. പോട്ടെ, അത് അവരുടെ പ്രശ്നം. എന്ന് പറഞ്ഞാലും ഈ പറയുന്ന രീതിയിൽ അവിടെ പോസ്റ്റ് ഒട്ടിക്കുകയാണ്. ഇന്നിപ്പോൾ വലിയ ബഹുജന പങ്കാളിത്തത്തിൽ ജി സുധാകരന്റെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്താനാണ് CPM-ന്റെ ആലോചന. അവിടെ 7 തവണ മത്സരിച്ചു, 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി, പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവികളൊക്കെ നൽകിയെന്നിട്ടും ജി സുധാകരൻ ഇപ്പോൾ പോയി സ്വതന്ത്രനായി ഇന്ന് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് ഉറപ്പായും അവിടുത്തെ ഒരു സാധാരണപ്പെട്ട CPM പ്രവർത്തകനൊക്കെ താങ്ങാൻ കഴിയുന്ന കാര്യമാവില്ല. അതിന് രോഷപ്രകടനം ഉറപ്പായും ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നാണ് വർഗവഞ്ചകൻ എന്ന വിളിയൊക്കെ, ഒരു സാധാരണ പ്രവർത്തകന്റെ ഉള്ളിലെ രോഷത്തിൽ നിന്നാണ് വർഗവഞ്ചകൻ എന്ന വിളിയൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ പാർട്ടി നേതാക്കൾ കരുതലുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം വർഗവഞ്ചകനെന്നോ കുലംകുത്തിയെന്നോ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും തവണ മത്സരിച്ച കാര്യമോ, അല്ലെങ്കിൽ ഇതൊന്നും പറയാം, അധികാരത്തിന്റെ ആർത്തി എന്നോ ഒന്നും പറയുന്നില്ല. വളരെ കരുതലോടുകൂടി മാത്രം പ്രതികരിക്കും. കാര്യം
വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. വർഗ്ഗവഞ്ചകൻ എന്ന് വിളിച്ചാൽ അത് ജി സുധാകരന് കിട്ടുന്ന ഒരു 100 വോട്ട് അധികം കിട്ടാനുള്ള വിളിയാണ് എന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം. ഇത് രാഷ്ട്രീയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.